ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2025 പൊതുപരീക്ഷ ദുറൂസുൽ അഖായിദ നടന്നതിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ മുൻ വർഷത്തെ ചോദ്യപേപ്പറുകളൊക്കെ നമ്മൾ വിശദമായിട്ട് റിവിഷനായിട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ചോദ്യപേപ്പർ ഞാൻ ചോദ്യം വായിച്ച ആൻസർ മാത്രമേ പറയുന്നുള്ളൂ. മറ്റ് വീഡിയോസൊക്കെ ഉപകാരപ്പെടുത്തുക. റിവിഷൻ ക്ലാസ്സൊക്കെ പ്രത്യേകം വേറെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് പാഠഭാഗം വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഉപകാരപ്പെടുത്തുക. ലഭിക്കാത്തവരൊന്ന് മെസ്സേജ് ചെയ്താൽ അതിൻ്റെയൊക്കെ ലിങ്കുകൾ അയച്ചു തരാം. നമുക്ക് കോളത്തിൽ ശരിയടയാളപ്പെടുത്താൻ ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വർഗത്തിൽ ഉന്നത പദവി ചോദിച്ചു. ആരായിരുന്നു? റബിയ റളിയല്ലാഹു അൻഹു. റബിയ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വർഗത്തിൽ ഉന്നത പദവി ചോദിച്ചു. 2. രോഗം ബാധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഊതിയിരുന്നത് എന്തായിരുന്നു? ഊതിയിരുന്നത് മുഅവ്വിദാത്താണ്. രോഗം ബാധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഊതിയിരുന്നത്. ഇലാഹാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അല്ലാഹു തആല അല്ലാത്തവരെ അനുസരിക്കലാണെന്ത്? ഷിർക്കാണ്. ഇലാഹാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അല്ലാഹു തആല അല്ലാത്തവരെ അനുസരിക്കൽ ഷിർക്കാണ്. അടുത്തത്, സമ്പൂർണ്ണ നീതി നടപ്പാക്കുന്ന ലോകം, അതാണ് പരലോകം. സമ്പൂർണ്ണ നീതി നടപ്പാക്കുന്ന ലോകം, അതാണ് പരലോകം. അടുത്ത 5-മത്തെ, മിയാസിലൂടെ അല്ലാഹു തആല നശിപ്പിക്കും. മിയാസിലൂടെ അല്ലാഹു തആല നശിപ്പിക്കും. ജൂജ് എന്നവരെ അല്ലാഹു തആല മിയാസിലൂടെ നശിപ്പിക്കും. അടുത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനടുത്ത് ചെന്ന് നബിയോട് മഴ വേണമെന്ന് ആവശ്യപ്പെട്ടു. ആരായിരുന്നു? ബിലാൽ ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. ബിലാൽ ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു എന്നവരാണ്. ഇനി ചേരുംപടി ചേർക്കാനാണ്. 1. ആന്തരികമായ ഹൈറാണ് എന്ത്? ബറക്കത്ത്. അപ്പോൾ അതിൻ്റെ എഴുതാം. ആന്തരികമായ ഹൈറാണ് ബറക്കത്ത്. അംബിയാ മുർസലുകൾ ചെയ്ത കാര്യമാണ് തവസ്സുൽ. അപ്പോൾ ഇതിൻ്റെ സി നമുക്കടെ എഴുതാം. അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കലാണെന്ത്? ഇബാദത്ത്. അപ്പോൾ അതിൻ്റെ എഴുതി കൊടുക്കാം. അന്ത്യനാൾ അടുത്താൽ നഷ്ടപ്പെടും വിശ്വസ്തത. അന്ത്യനാൾ അടുത്താൽ നഷ്ടപ്പെടും വിശ്വസ്തത. ഇനി ഭൂമി താഴുക എന്നാണ് അർത്ഥം. എന്താണ്? ഓപ്ഷൻ ഡി, ഹഷ്ഫ്. ഭൂമി താഴുക എന്നതിൻ്റെ ഹഷ്ഫ് എന്നതാണ്. മനസ്സിലാക്കട്ടാ. അടുത്ത, ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ഇമാം മഹദി റളിയല്ലാഹു അൻഹു ഡാഷ് വർഷം ഭരണം നടത്തും. എത്ര വർഷമാണ്? 7 വർഷം ഭരണം നടത്തും. ഇനി മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം ശാശ്വത സന്തോഷമാണ്. ഉലമാക്കളെ അനുസരിക്കൽ എന്താണ്? അല്ലാഹു തആലാക്കുള്ള ഇബാദത്താണ്. ഉലമാക്കളെ അനുസരിക്കൽ അല്ലാഹു തആലാക്കുള്ള ഇബാദത്താണ്. അൽ ഹജറുൽ അസ്വദ് എന്താണ്? ചുംബിക്കൽ സർവാംഗീകൃത സുന്നത്താണ്. ഹജറുൽ അസ്വദ് ചുംബിക്കൽ. അല്ലാഹു തആല മാത്രമേ സ്വയം ഉപകാരവും ഉപദ്രവവും ചെയ്യുകയുള്ളൂ. അല്ലാഹു തആല മാത്രമേ സ്വയം ഉപകാരവും ഉപദ്രവവും ചെയ്യുകയുള്ളൂ. അപ്പോൾ അവിടെ സ്വയം ഉപകാരവും എഴുതാം. അടുത്തത്, ദജ്ജാൽ ഭൂമിയിൽ ഡാഷ് വർഷം ജീവിക്കും. എത്ര വർഷമാണ്? 40 വർഷം. ദജ്ജാൽ ഭൂമിയിൽ 40 വർഷം ജീവിക്കും. അടുത്തത്, അന്ത്യനാൾ സംഭവിക്കുമ്പോൾ അവർ മാത്രമേ ഉണ്ടാവൂ. ആര് മാത്രമാണ്? ദുർജനങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അല്ലാഹു തആലയുടെ കൽപ്പനക്ക് എതിർ പ്രവർത്തിക്കുന്നതിൻ്റെ വിധി എന്താണ്? ഹറാമാണ്. അല്ലാഹു തആലയുടെ കൽപ്പനക്ക് എതിർ പ്രവർത്തിക്കുന്നതിൻ്റെ വിധി ഹറാമാണ്. ഷിഫാ നൽകുന്ന ജലം ഏതാണ്? സംസം. അത് മനുഷ്യർക്ക് ഷിഫാ നൽകും. സംസം. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിദ്മത്ത് ചെയ്യാൻ വേണ്ടി അവസരം കാത്തു നിന്ന ഒരു സഹാബി ആരായിരുന്നു? റബിയ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിദ്മത്ത് ചെയ്യാൻ അവസരം കാത്തു നിന്ന സഹാബി റബിയ റളിയല്ലാഹു അൻഹു ആണ്. ദജ്ജാൽ പ്രവേശിക്കാത്ത ഒരു സ്ഥലം മക്ക മദീന. അതിൽ ഒരു സ്ഥലം എഴുതാം. അടുത്തത്, അല്ലാഹു തആല നിന്ദിച്ചതിനെ ആദരിക്കുന്നതിൻ്റെ വിധി എന്താണ്? കുറ്റകരമാണ്. അല്ലാഹു തആല നിന്ദിച്ചതിനെ ആദരിക്കുന്നതിൻ്റെ വിധി കുറ്റകരമാണ്.
ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതണം. എന്താണ്? ഈസാ നബി അലൈഹി ഇസ്ലാം മറമാടപ്പെട്ടു. എവിടെയാണ് ഈസാ നബി അലൈഹി ഇസ്ലാം മറമാടപ്പെട്ടത്? ഹുജ്റത്തു ഷരീഫിലാണ് ഈസാ നബി അലൈഹി ഇസ്ലാം മറമാടപ്പെട്ടത്. അടുത്തത് ഉഖ്ബത്ത് ബിൻ ആമിർ ജുഹനി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടത് എന്തായിരുന്നു? സിറിയയിലേക്കുള്ള യാത്രാസമയം കുറച്ചു തരാനാണ് ഉഖ്ബത്ത് ബിൻ ആമിർ ജുസ്നി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ അത് തിരിച്ചു ചോദ്യം വരും. സിറിയയിലേക്കുള്ള യാത്രാസമയം കുറച്ചു തരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിൽ ചെന്ന് ആവശ്യപ്പെട്ടത് ആരായിരുന്നു? ഉഖ്ബത്ത് ബിൻ ആമിർ ജുസ്നി റളിയല്ലാഹു അൻഹു. അടുത്തതാ കാലാവസ്ഥാ വ്യതിയാനം ഇടയാക്കി എന്തിനെല്ലാമാണ്? പല ജീവികളുടെയും നാശത്തിനും മനുഷ്യജീവിതം ക്ലേശകരമാക്കുന്നതിനും കാലാവസ്ഥാ വ്യതിയാനം ഇടയാക്കി. അടുത്തത് മഹ്ദി ഇമാം ആഗതനാകും എപ്പോഴാണ് മഹ്ദി ഇമാം ആഗതനാകുന്നത്? ഭൂമിയിൽ അക്രമവും അനീതിയും വ്യാപിക്കുമ്പോൾ മഹ്ദി ഇമാം ആഗതമാകും. അടുത്തത് ആദരിക്കേണ്ട 4 വിഭാഗങ്ങളുടെ പേര്: അമ്പിയാക്കൾ, ഔലിയാക്കൾ, ഉലമാക്കൾ, ശുഹദാക്കൾ. അതുപോലെ ആദരിക്കേണ്ട വസ്തുക്കൾ: കഅബത്തുൽ മുക്കറം, ഖുർആന്, അങ്ങനെ മസ്ജിദുകൾ, ഇതൊക്കെ ആദരിക്കേണ്ട വസ്തുക്കളാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം കേട്ടോ. അടുത്തത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മകളെ മന്ത്രിച്ചിരുന്ന ഒരു ദിക്ർ എന്തായിരുന്നു? അഊദു ബി കലിമാത്തില്ലാഹി താമാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമാത്തിൻ വമിൻ കുല്ലി ഐനിൻ ലാമ. ഇതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മക്കളെ മന്ത്രിച്ചിരുന്നത്. അടുത്തത് എന്താണ്? ബഹുദൈവാരാധകർ അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചു. ഏത് വിശ്വാസത്തിലാണ്? സ്വയം ഉപകാരവും ഉപദ്രവവും ചെയ്യുമെന്ന് വിശ്വസിച്ചിട്ടാണ് അള്ളാഹു അല്ലാത്തവരെ ബഹുദൈവാരാധകർ ആരാധിച്ചത്. മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ഇനി കുറിപ്പ് എഴുതാൻ 5 വരി കുറയാതെ എഴുതാമെന്ന ഇമാം മഹദിയെ കുറിച്ചിട്ടാണ്. നമുക്ക് ആ പാഠത്തിൽ ഇമാം മഹദി, ദജ്ജാൽ പുറപ്പെടുന്നത്, യജൂജ് ഒക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. അതൊക്കെ ഇതുപോലെ എഴുതാമെന്ന് നമുക്ക് എഴുതാൻ കഴിയണം. അപ്പോൾ ആ രീതിയിൽ പഠിക്കുക. അന്ത്യനാളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ഖലീഫയാണ് ഇമാം മഹദി. ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ സന്താന പരമ്പരയിൽ ജനിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ബിൻ അബ്ദില്ല എന്നായിരിക്കും. ഭൂമിയിൽ അക്രമവും അനീതിയും വ്യാപിക്കുമ്പോൾ ആഗതനാകുന്ന മഹ്ദി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് അനുസരിച്ച് ഭരണം നടത്തുകയും ഭൂമിയിൽ നീതി നിറയ്ക്കും, കണക്കില്ലാതെ ധനം വിതരണം ചെയ്യും, 7 വർഷം ഭരണം നടത്തും, അതിനുശേഷം വഫാത്താകും. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ദജ്ജാൽ പുറപ്പെടുന്നതും ഈസാ അലൈഹി ഇസ്ലാം ഇറങ്ങി വരുന്നതും. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കി വെക്കുക. അതേപോലെ വന്നാൽ എഴുതാൻ കഴിയണം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഹർ മുബാറക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയെ കുറിച്ചിട്ട് ഹജ്ജത്തുൽ വദായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലമുടി നീക്കിക്കൊടുത്ത അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനോട് ആ തിരുകേശങ്ങൾ സഹാബികൾക്കിടയിൽ വിതരണം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചു. ഇമാം നവവി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷഹർ മുബാറക്ക് ബർക്കത്തിന് ഉപയോഗിക്കാമെന്നും അത് സൂക്ഷിച്ചു വെക്കാമെന്നും ഇതിൽ നിന്നും ഗ്രഹിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കാനും ബർക്കത്തിന് എപ്പോഴും ഉപയോഗിക്കാനുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങനെ ചെയ്തത് എന്ന് ഇമാം സുർക്കാനിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഷഹർ മുബാറക്കിനെ കുറിച്ചിട്ടും നമുക്ക് അങ്ങനെ എഴുതാം. അപ്പോൾ അതേപോലെ നമ്മുടെ എല്ലാ പാഠത്തുനിന്നും ഇതേപോലെ മനസ്സിലാക്കാൻ നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ അതൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. അപ്പോൾ എത്രയാണ് ഈ കായിക ചോദ്യപേപ്പറിൽ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പറിൽ വന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കാം, ഉപകാരപ്പെടുത്താം. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തെടുക്കാം. കഴിഞ്ഞ വർഷത്തൊക്കെ ചോദ്യപേപ്പറൊക്കെ ഉപകാരപ്പെടുത്താം. അതിൻ്റെയൊക്കെ ലിങ്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ലഭിക്കാത്തവർ എൻ്റെ മൊബൈൽ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. 82 89 89 29 85. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനി വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ പെട്ടു പോകുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ
ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുകയോ എൻ്റെ മൊബൈൽ നമ്പറിൽ മെസ്സേജ് ചെയ്യുകയോ ചെയ്യുക. നമുക്ക് അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.